പാത്തുമ്മയുടെ ആട് വായനാക്കുറിപ്പ് അഥവാ ആസ്വാദനക്കുറിപ്പ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ഈ നോവലിന് ബഷീർ തന്നെ മറ്റൊരു പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ ബുദ്ധി. പ്രകൃതിയെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ഈ നോവലിലെ ഒരു മുഖ്യ കഥാപാത്രമാണ് ആട്. ഈ ആടിൻ്റെ പ്രസവവും ഭക്ഷണശീലവും വിസർജ്യത്തെക്കുറിച്ച് പോലും ബോധപൂർവം നോവലിൽ പറയുന്നുണ്ട്. മനുഷ്യ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാമ്പമരങ്ങൾ വെച്ചുപിടിപ്പിക്കാനും മാംഗോസ്റ്റീൻ മരങ്ങളെ സ്നേഹിക്കാനും പാമ്പിനും പഴുതാരയ്ക്കും തേളിനും പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്നും ഈ കഥ എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. വളരെയധികം പ്രത്യേകതകളുള്ളതാണ് പാത്തുമ്മയുടെ ആട് എന്ന ഈ നോവൽ. കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കി മാറ്റുന്ന ജീവിതങ്ങൾ നോവലിൽ ഇടയ്ക്കിടെ നമ്മെ തേടിയെത്തുന്നുണ്ട്. ആനുമ്മയുടെ ആട്, പാത്തുമ്മയുടെ ആട്, കാക്കകൾ, കോഴികൾ, പരുന്ത്, എരിയാൻ, എലി, പൂച്ച ഇതൊക്കെ മനുഷ്യന്മാരുടെ കൂടെ ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുക. ലോകത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ് ഇത്. ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിയുമില്ല. നോവലിലെ പ്രധാന പ്രശ്നവും ദാരിദ്ര്യമാണ്. ചാമ്പക്ക പറിച്ച് സ്കൂൾ കുട്ടികൾക്ക് വിൽക്കുന്ന ഉമ്മ, ചാമ്പക്ക നിറച്ച കുട്ടയും മുന്നിൽ വെച്ച് ചന്തയിലിരുന്ന് കണക്ക് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കുട്ടികൾ എല്ലാം വായനക്കാരിൽ കൗതുകമുണർത്തുന്നുണ്ട്. ഓരോ ഇടത്തരക്കാരൻ്റെയും വീട്ടിലെ സ്ഥിതി ഇത്തരത്തിലാണെന്ന് ബഷീർ പറയുന്നു. ബഷീറിൻ്റെ വീട്ടിലെ എല്ലാ വഴക്കുകൾക്കും കാരണം പണമാണ്. ബഷീർ പറയുന്നത് പോലെ ജീവിക്കാൻ വേണ്ടത് പണമാണ്, അവിടെ ഇല്ലാത്തതും അതാണ്. അബ്ദുൽ ഖാദർ നിസ്വാർത്ഥമായി ആ കൂട്ടുകുടുംബത്തിൻ്റെ സുരക്ഷ നിർവഹിക്കുന്നുണ്ട്. അബുവും ഹനീഫയും ആ വീട്ടിൽ തന്നെ ജീവിക്കുന്നു. എല്ലാവരും കാശിനു വേണ്ടി ബഷീറിനെ ചൂഷണം ചെയ്യുന്നു. ദേഷ്യം വരുമ്പോൾ ബഷീർ ആരെയും ഒഴിവാക്കാറില്ല. ബഷീറിൻ്റെ ഉമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ കൂട്ടുകുടുംബത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഓരോ ദിവസവും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ബഷീർ തൻ്റേതായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഒരു കഥ. വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളും ഇതിലെ കഥാപാത്രങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരെല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നു. യാതൊരു സൗകര്യവുമില്ലാത്ത ആ വീട്ടിൽ അവർ ഒരുമിച്ച് ജീവിക്കുന്നു. എല്ലാറ്റിലും എല്ലാവരിലും നന്മ കാണുന്ന ബഷീറിൻ്റെ ജീവിത വീക്ഷണം ഇവിടെ പ്രകടമാകുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ.